ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS ഡ്രീംസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള കണ്ടോ സുന്ദരിയായിട്ടുള്ള നമ്മുടെ പേപ്പർ കലാത്തിയ ചെടിയാണ്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പരിപാലനവും വളപ്രയോഗവും ഇതിന് കൊടുക്കേണ്ട കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ഇതൊരു മദർ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഈ ഒരു ചെടിയുടെ പരിപാലന രീതികൾ എന്തൊക്കെയാണ്, പോട്ടി മിക്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത നമ്മുടെ കലാത്തി വെറൈറ്റിയിൽപ്പെട്ട് പേപ്പർ കലാത്തി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫ് തന്നെയാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം പൂക്കൾ വരുന്ന വെറൈറ്റീസ് ആണ്. പൂക്കൾ വരുമെങ്കിലും പൂവിനേക്കാളും നമുക്ക് കൂടുതൽ അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഘടകം അതിൻ്റെ ലീഫുകളാണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ വരുന്നത് കണ്ടോ. നല്ല വൈറ്റ് കളറിൽ പേപ്പർ പോലെയാണ് ഇതിൻ്റെ ഷേപ്പും മറ്റുമൊക്കെ. അതുകൊണ്ടാണ് ഇതിൻ്റെ പേപ്പർ കലാത്തി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ കലാത്തിയ ചെടികളെല്ലാം തന്നെ. അപ്പം പല വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് നമുക്ക് പ്ലാന്റ് നഴ്സറികളിൽ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണിത്. നമ്മുടെ ഈ ഒരു കലാത്തിയ ചെടിയുടെ മെയിൻ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട് ഭാഗത്തിനായിട്ട് വരുന്ന തൈകൾ നമ്മൾ ഇളക്കി വെച്ചിട്ടാണ്. അപ്പോൾ തൈകളാവുന്നതിനനുസരിച്ച് നമ്മൾ പ്ലാന്റ്സ് റീപോർട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. നമ്മുടെ കലാത്തിയ ചെടിയുടെ പോട്ടിങ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ മണൽ ചേർന്ന മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇത് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം, മണലിടാം, മണ്ണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പോട്ടി മിക്സായിട്ട് എടുക്കുന്നത്. നമ്മൾ പുതിയ പ്ലാന്റ്സ് ഇളക്കി വെക്കുമ്പോൾ അധികം വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഡ്രെയിനേജ് ഉള്ള പോട്ടുകൾ വേണം നമ്മൾ എടുക്കാനും. നന്നായിട്ട് പോട്ടിൻ്റെ അടിയിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മണലിടുകയാണെങ്കിൽ വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ നമ്മുടെ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. അപ്പോൾ കലാത്തിയ പ്ലാന്റ്സ് നമ്മൾ നടാനായിട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള പോട്ട് തന്നെ എടുക്കുകയും വേണം. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ തൈകൾ വരുന്നതായിരിക്കും ഇതിൽ നിന്ന്. അടുത്തതായിട്ട് നമ്മുടെ കലാത്തിയ ചെടികൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് ഒരു കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് വെക്കരുത്. നമ്മളങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ലീഫിൻ്റെ വശങ്ങളെല്ലാം കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഭംഗി ഫുള്ളായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എൻ്റെ ഒരു പ്ലാന്റ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് കണ്ടോ. ഈ കാണുന്നതൊക്കെ പുതിയ തൈകൾ നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടുന്നതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പുറം ഭാഗം കണ്ടോ, നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ലീഫാണ്. ഒരു ഡാർക്ക് ഗ്രീൻ കളറ് ഷെയ്ഡ് അതിൻ്റെ വശങ്ങളിലായിട്ട് വരുന്നുണ്ട്, ലീഫിൻ്റെ വശങ്ങളിലായിട്ട്. അതുപോലെ തന്നെ ലീഫിൻ്റെ അടിഭാഗം എന്നാൽ നല്ല ഡാർക്ക് വയലറ്റ് കളറിലാണ് വരുന്നത്. നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് ഇളക്കി വെച്ച ഒരു തൈയാണത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നായിട്ട് വീണ്ടും പുതിയൊരു ഹെൽത്തി ആയിട്ടുള്ള പുതിയൊരു പ്ലാന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് തൈകളായിട്ടില്ല. നമ്മുടെ ഈ ഒരു ചെടിയിൽ പൊതുവേ അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും അങ്ങനെ അധികം കണ്ടുവരില്ല. അധികം വെയിലടിക്കുകയാണെങ്കിൽ ലീഫിന് ഡാമേജ് വരും എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലീഫ് കണ്ടോ കുറച്ച് പുഴു കയറിയിട്ട് കഴിച്ച് കളഞ്ഞതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പുഴുക്കളോ മറ്റോ കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പേപ്പർ കലാത്തിയ മാത്രമല്ല കലാത്തിയുടെ മറ്റ് പല വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കാണാം. ഇതായി കാണുന്ന നെക്സ്റ്റ് ഒരു വെറൈറ്റി കലാത്തിയാണ്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീൻ കളറും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല തിക്കായിട്ട് ലീഫുകളൊക്കെ വന്നിട്ട് നല്ല വലിയൊരു പ്ലാന്റായിട്ട് നമ്മുടെ കലാത്തിയ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു കലാത്തിയ ചെടി ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പേപ്പർ കലാത്തിയ പോലെ തന്നെ ഇതിനും നമ്മൾ ചുവട്ടുനിന്ന് വരുന്ന തൈകൾ ഇളക്കി വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അത് മാത്രമല്ല ഈ ഒരു പ്ലാന്റിൻ്റെ മറ്റൊരു പ്രൊപ്പഗേഷൻ മെത്തേഡ് കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ വരുന്ന പൂക്കൾ, ആ പൂക്കൾ മാറിയിട്ട് ആ പൂക്കളെല്ലാം തൈകളായിട്ട് മാറാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണിത്. പേപ്പർ കലാത്തിയേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിലും കുറച്ചുകൂടെ വലിപ്പത്തിലുമാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റി കലാത്തിയ വരുന്നത്. അപ്പോൾ ഈ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ ലീഫാണ് കൂടുതൽ ഭംഗി എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഡിസൈനും കാര്യങ്ങളും. ഈ കാണുന്നതാണ് നമ്മുടെ കലാത്തിയുടെ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സമയത്തും ഈ പൂക്കളും തൈകൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ പൂക്കൾ കട്ട് ചെയ്ത് കുറച്ച് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലാന്റ്സ് നമുക്കൊന്ന് കാണാം. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇതുപോലെ പൂക്കൾ കട്ട് ചെയ്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു കൊല പൂവ് എടുത്താൽ തന്നെ അതിലൊരു 4-5 തൈയോളം വരാറുണ്ട് കണ്ടോ. ഇത്രയും പ്ലാന്റ്സ് അതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി റിപ്പോർട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഇളക്കി വെച്ച പ്ലാന്റ് തന്നെ വീണ്ടും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഈ സുന്ദരിയായിട്ടുള്ള കലാത്തിയാണ് അടുത്ത വെറൈറ്റി. ഇത് പീക്കോ കലാത്തിയാണ്. നമ്മുടെ മയിലിൻ്റെ തൂവൽ പോലെയൊക്കെ അല്ലേ, അതിൻ്റെ ഒരു തൂവലിൻ്റെയൊക്കെ ഒരു ആകൃതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈനൊക്കെയാണ് നമ്മുടെ ഈ ഒരു കലാത്തിക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പീക്കോ കലാത്തി എന്നറിയപ്പെടുന്നത്. നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു കലാത്തിയ പ്ലാന്റാണിത്. കണ്ടോ, ഇത് നമ്മുടെ പ്ലാന്റ് പോട്ടിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റീപോർട്ട് ചെയ്യാറായ പ്ലാന്റ്സ് ആണ്. നമുക്ക് ഈ ഒരു ലീഫിൻ്റെ പിടിക്കുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു സ്മൂത്ത്നെസ് ആണ് ഈ ഒരു ലീഫ് എന്ന് പറയുന്നത്. ഇതിൽ കാണുന്ന ഈ ലൈറ്റ് വൈറ്റ് പോലത്തെ ഒരു കളർ ഉണ്ടല്ലോ, അവിടെ താന്നിട്ടും നമ്മുടെ ഈ ഒരു ഗ്രീൻ ലൈൻസ് ഒന്ന് പൊങ്ങിയിട്ടുകൊണ്ടിരിക്കും. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ വെയിലൊക്കെ അടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ആ ഒരു ഭംഗി എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഈ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ മെയിനായിട്ട് നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഔട്ട്ഡോറായിട്ടാണ് വെച്ചേക്കുന്നതെങ്കിലും അധികം സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാത്ത ഭാഗത്താണ് നമ്മൾ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരു പോട്ടിലുള്ള പ്ലാന്റാണ്. കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് നിപ്പുണ്ട്. ഈ ഒരു പ്ലാന്റ് ലീഫ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇവിടെയൊക്കെ നമ്മൾ പൂക്കൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ. ഒരു കുഞ്ഞ് പാൽ കവറിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതൊക്കെ നമുക്കിനി റീപോർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കലാത്തിയ ചെടികൾ നമ്മൾ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ വരുന്ന പഴയ ലീഫുകളുണ്ടല്ലോ, അത് നമ്മൾ ഒരു കാരണം വെച്ചാലും നമ്മുടെ പ്ലാന്റിൽ നിർത്തിയേക്കരുത്. അങ്ങനെയുള്ള പഴയ ലീഫുകൾ നമ്മൾ മസ്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഇതൊക്കെ പഴയതായിട്ടുള്ള ലീഫാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ അടിഭാഗത്തുണ്ടായിരുന്ന കുറച്ച് ഉണങ്ങിയ ഇലകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം സൺലൈറ്റ് കിട്ടരുത്. അതുപോലെ നമുക്ക് ഡെയിലി നനയ്ക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ മണലൊക്കെ ഇട്ടാണ് പോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ തൈകളും കിട്ടും. അതുപോലെ പെട്ടെന്ന് ഇതിൻ്റെ റൂട്ട് നമ്മുടെ പോട്ടിൽ കംപ്ലീറ്റ് അങ്ങ് ഫില്ലാവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് പോട്ട് നിറയുമ്പം റീപോർട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇൻഡോറായിട്ട് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ കലാത്തിയുടെയൊക്കെ തന്നെ ഒരുപാട് വെറൈറ്റീസ്, ഹൈറ്റ് ഇല്ലാത്ത മിനിയേച്ചർ ടൈപ്പും അല്ലാതെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കവറിൽ വെച്ചേക്കുന്ന ഈ ഒരു കലാത്തിയുടെ നടീൽ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതാ കണ്ടു, നമ്മുടെ പ്ലാന്റ് നമ്മൾ ആ കവറിൽ നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഇതിൽ റൂട്ടുകൾ വന്നിട്ട് അപ്പോൾ കുറച്ച് മണ്ണ് നമുക്ക് മാറ്റിയിട്ട് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണൂടി എടുത്തിട്ടുണ്ട്. കണ്ടോ, മണലും കൂടിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പോട്ടിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടിൽ ഇതാ ഒരു 1/2 പോട്ടോളം നമ്മൾ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതാ കുറച്ച് മണ്ണ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കിതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ വേരൊന്നും അധികം പൊട്ടിപ്പോകാതിരിക്കാൻ വെച്ചിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ ബാക്കി നമുക്കിത് വശങ്ങളിലായിട്ട് പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉണങ്ങിയ ചാണകപ്പൊടി, മണ്ണ്, മണൽ. അപ്പോൾ അത്രയാണ് നമ്മൾ പോട്ടി മിക്സായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നമ്മൾ നന്നായിട്ട് നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഇതിൻ്റെ ചുവടൊന്ന് നനച്ച് കൊടുക്കണം. നമുക്ക് നന്നായിട്ട് ഇതുപോലെ നനച്ച് കൊടുക്കണം. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റിൻ്റെ നടീൽ രീതി. അപ്പോൾ എല്ലാ കലാത്തിയ പ്ലാന്റ്സ് നമുക്ക് ഇതുപോലെ നട്ടെടുക്കാവുന്നതാണ്. മണലിടണമെന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ചെടി ഔട്ട്ഡോർ വെച്ചേക്കുകയാണെങ്കിൽ നമ്മൾ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ചുവട് നനയ്ക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ നനയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ലീഫെല്ലാം നനയുന്ന രീതിക്ക് വേണം നമ്മൾ വാട്ടറിങ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഫ്രഷായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം കുറച്ച് മോയ്സ്ചർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാത്ത പോർഷൻ വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിലും ഇടയ്ക്ക് അകത്ത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന വിൻഡോസ് ആയിട്ട് പോലുള്ള ഭാഗങ്ങളിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ പുറത്ത് നമ്മളെ പ്ലാന്റിനൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ലീഫ് എല്ലാം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഫ്രഷായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അത് കലാത്തിയ പ്ലാന്റ് അല്ല, മറ്റേ ഏത് തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നന്ന ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ കലാത്തിയ പ്ലാന്റിൻ്റെ നടീൽ രീതിയും പരിപാലനത്തെയും കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.